ഗുലാബ് ജാമുനാണ്. മിൽക്ക് പൗഡറോ മൈദയോ ബേക്കിംഗ് പൗഡറോ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ്. നന്നായിട്ട് നല്ല റോളായിട്ട് വരും. ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടി 1.5 കപ്പ് വെള്ളം, അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര, കുറച്ച് സാഫ്രൺ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ നല്ലത്. നമ്മൾ ഏലക്ക ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് അതില്ലാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക ഞാൻ വെറുതെ ചതച്ചിട്ട് അങ്ങ് ഇട്ടേക്കാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ ലൈം ജ്യൂസ്. ഇതൊരു സിറപ്പായി കിട്ടണം. ഇത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നൂൽ പരുവാവുന്നവരെ ആവരുത്. ഇടയ്ക്ക് കുറച്ചെടുത്തിട്ട് ഒരു സ്പൂണിലെടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആ ചൂടൊന്ന് പോയിട്ട് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ തൊട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിക്കി പരുവത്തിലാവണം. ഒരു നൂൽ പരുവം ആവരുത്, അതിന് മുമ്പ് തന്നെ എടുക്കുക വേണം. അപ്പോൾ ഇത് നല്ലൊരു സ്റ്റിക്കി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാണ്. ഇതായി. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ്, 2 കപ്പ് പാല്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടി മാത്രം ഇടുകയാണെങ്കിൽ നല്ലതാണ്. സാഫ്രൺ ഏലക്ക ചേർക്കുന്നതുകൊണ്ട് നിർബന്ധമില്ല, ഇല്ലെങ്കിൽ ചേർക്കണ്ട. നന്നായിട്ട് തിളച്ചു, പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് റവ. സാധാരണ നമ്മൾ ഉപ്മാവിനൊക്കെ എടുക്കുന്നത് പോലെ റോസ്റ്റഡ് അല്ല, സാധാരണ റവ. റോസ്റ്റഡ് ആണെങ്കിൽ കുറച്ച് അധികം പാല് ചേർക്കണമെന്നേ ഉള്ളൂ. ഏതായാലും കുഴപ്പമില്ല, സാവധാനം ചേർക്കുക, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തിളച്ച പാലിലേക്ക് നമ്മൾ റവ കുറേശ്ശെയായിട്ട് ചേർക്കുകയാണ്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ചേർക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയായി പോവും, കട്ട പിടിച്ചു പോവും. അപ്പോൾ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കൈയെടുക്കാതെ ഇളക്കണം. തീ കുറച്ച് വയ്ക്കുക. എന്നിട്ട് അത് ഇങ്ങനെ നല്ലൊരു തിക്കായിട്ട് വരണം. എന്നിട്ട് ഉരുട്ടാൻ പറ്റുന്ന പാകത്തിൽ നന്നായിട്ട് വറ്റി, വെള്ളം നന്നായിട്ട് പാല് വറ്റി നല്ല ഉരുട്ടാൻ പറ്റുന്ന പാകത്തിൽ നമുക്ക് എടുക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇത് 1 ടേബിൾ സ്പൂൺ പാലുണ്ട്. അതിലേക്ക് 1 പിഞ്ച് ബേക്കിംഗ് സോഡ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് പൊങ്ങിയൊക്കെ വരാൻ വേണ്ടിയിട്ട് അതിൽ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ നെയ്യൂടെ ചേർക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സ്മൂത്തായിട്ടുണ്ട്. അതുപോലെ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ നമുക്ക് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ്, നല്ലൊരു മയമൊക്കെ ആയിട്ട് 18-20 ബോൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിൽ എണ്ണ ചൂടായിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. ഇനി സിമ്മിലിട്ടിട്ടുണ്ട്. സാധാരണ ഗുലാബ് ജാമുൻ്റെ പോലെ മിൽക്ക് പൗഡറൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് അങ്ങോട്ട് ബ്രൗൺ കളറായി കരിഞ്ഞു പോവില്ല. ഇത് കുറച്ച് സമയം എടുത്തിട്ട് അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഫ്രൈ ആയിക്കോട്ടെ. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, ഹൈയിലിടണ്ട, ഏറ്റവും സിമ്മിലിടണ്ട. വളരെ കുറച്ച് പേര്, എല്ലാവരും അല്ല കേട്ടോ, വളരെ കുറച്ച് പേര് ഗുലാബ് ജാം എന്ന് പറയുന്നേക്കാം. ജാം അല്ല, ജാമൂൺ തന്നെയാണ്. ഓക്കെ, ജാമൂൺ തന്നെ പറയണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എടുക്കുക. ഒട്ടും എണ്ണ ഇല്ല കേട്ടോ, നോക്കിയാൽ എണ്ണ കുടിക്കുന്നില്ല. ഉണ്ടാക്കിയ ഉടനെ തന്നെ അപ്പം നമ്മുടെ സിറപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. സിറപ്പ് ചൂടാറിയിട്ടൊന്നുമില്ല. ആ സമയത്ത് തന്നെയാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. ഇതുണ്ടാക്കി കഴിഞ്ഞ ഉടനെ നമുക്ക് ആ സിറപ്പിലേക്ക്, ഇളം ചൂടുള്ള സിറപ്പിലേക്ക് ഇത് ഇട്ടേക്കാം. നല്ല ചൂടാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള ഔട്ടർ കവറിങ് നല്ല ക്രിസ്പാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് നല്ല സോക്കായിട്ട് വരും കണ്ടോ. ഇത് കുറച്ച് സമയം വെച്ചപ്പോഴേക്കും നന്നായിട്ട് സോക്കായിട്ടുണ്ട്.
ട്രൈ ചെയ്യൂ, ഈസിയാണ്. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.